ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഇന്ന് നമ്മളൊരു അടിപൊളി പുഡിങ്ങാണ് തയ്യാറാക്കാൻ പോകുന്നത്. ബിസ്ക്കറ്റും റോബസ്റ്റും ഒക്കെ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. പുഡിങ്ങിനായി ആദ്യം വേണ്ടത് മേരിഗോൾഡ് ബിസ്ക്കറ്റാണ്. ഒരു വലിയ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കാം. ഇതാ നല്ല ഫൈൻ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് മെൽട്ടാക്കി എടുക്കാം. നല്ലതുപോലെ മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് വറുത്തെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് 1 ലെയറായി ഇട്ട് കൊടുക്കാം. എല്ലാ വശത്തേക്കും നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഞാനിവിടെ അമൂലിൻ്റെ മിഠായി മെയ്ഡാണ് യൂസ് ആക്കുന്നത്. ഞാനിപ്പോൾ ടോഫി ആക്കി എടുത്തിട്ടുണ്ട്. ഒരു പ്രഷർ കുക്കറിൽ ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വരുന്നതിന് വെയിറ്റ് ചെയ്യാം. ശേഷം 25 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ആവിയൊക്കെ പോയി തുറന്ന് ഇത് തണിയാനായി വെക്കാം. തണുത്തതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യണം. ഇനി ഇതിൽ നിന്നും 1/2 കപ്പ് ടോഫി ഒരു ബൗളിലേക്ക് എടുക്കാം. ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായി മിക്സാക്കി രണ്ടാമത്തെ ലെയറായി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 റോബസ്റ്റ് പഴമാണ്. അത് റൗണ്ടിൽ കട്ട് ചെയ്ത് മൂന്നാമത്തെ ലെയറായി വെച്ച് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നാലാമത്തെ ലെയറായി ഇതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നേരത്തെ വറുത്ത് വെച്ച ബിസ്ക്കറ്റും പൊടിച്ച ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.